a minus x plus c. മൂന്നാമത്തേത് ഇന്റഗ്രൽ dx by x square plus a square. Integral dx by x square plus a square. Answer 1 by a tan inverse x by a plus c. 1 by a tan inverse x by a plus c. ആദ്യത്തെ മൂന്ന് ഫോർമുല ആണ് കേട്ടോ. ഇത് നോക്കിയിട്ട് നമുക്ക് അടുത്ത മൂന്നെണ്ണത്തിലേക്ക് പോകാം. നോക്കിയേ ഫോർമുലാസ്. എല്ലാത്തിന്റെയും ന്യൂമറേറ്റർ 1 ആണ് കേട്ടോ. 1 dx ആണ്. ഒരു dx 1 dx 1 എഴുതിയിട്ടില്ല എന്നുള്ളൂ. എല്ലാത്തിന്റെയും ന്യൂമറേറ്റർ 1 ആണ് അവിടെ വന്നിരിക്കുന്നത്. 1 dx ശ്രദ്ധിക്കാട്ടോ. 1 by ആ മൂന്ന് ഫോർമുലയുടെ ലെഫ്റ്റ് സൈഡ് നോക്കി. എക്സ് സ്ക്വയർ ആദ്യത്തെ നമ്മൾ എഴുതിയിരിക്കുന്നത് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. എക്സ് സ്ക്വയർ എക്സ് വേരിയബിൾ ആണ്, എ കോൺസ്റ്റന്റ് ആണ് കേട്ടോ. എക്സ് വേരിയബിളും എ കോൺസ്റ്റന്റും. 1 by എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അടുത്തത് 1 by എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. നേരെ തിരിച്ചിട്ടിരിക്കുന്നു കേട്ടോ. 1 by എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഉണ്ട്, എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്. മൂന്നാമത്തേത് 1 by എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. 1 by എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. അത് നേരെ തിരിച്ചിടാത്തപ്പോ എന്തുകൊണ്ടാ? 1 by എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എഴുതിയിട്ടില്ലല്ലോ. ഈ മൂന്ന് ഫോർമുലയാണ് ആ ടൈപ്പ് ഉള്ളൂ. അതെന്താ സ്ഥലം എഴുതാത്തെ? 1 by എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. അല്ല, ടാൻ ഇൻവേഴ്സ് ഒന്നുമല്ല. 1 by എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എഴുതിയിട്ടുണ്ട്. എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്നൊരു ഫോർമുല എഴുതിയിട്ടില്ല. പറഞ്ഞ മനസ്സിലായോ? ഇതിങ്ങനെ ഇന്റഗ്രൽ 1 by എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് എഴുതാത്ത എന്തുകൊണ്ടാണ് എന്റെ ക്വസ്റ്റ്യൻ. എന്തായിരിക്കും ആദിൽ മുഹമ്മദ്? അറിയില്ല. ആർക്കും അറിയാം? 1 by a square പുറത്തേക്ക് ആവൂലേ? ഇല്ല. രണ്ടും സെയിം അല്ലേ? ഓക്കെ രണ്ടും സെയിം ആണ്. 1 by അഡീഷൻ ആകുമ്പോ രണ്ടും സെയിം ആലോ. എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ചിലപ്പോ ക്വസ്റ്റ്യൻ ഇങ്ങനെ ആയിരിക്കും കാണുന്നത്. എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്നായിരിക്കും. എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നായിക്കൊള്ളുന്ന നിർബന്ധമില്ല. എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ഒന്നാന്നേ. എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ. എക്സ് സ്ക്വയറിന്റെ കൂടെ എ സ്ക്വയർ കൂട്ടിയാലും എ സ്ക്വയറിന്റെ കൂടെ എക്സ് സ്ക്വയർ കൂട്ടിയാലും രണ്ടും ഒന്ന് തന്നെയല്ലേ. അഡീഷൻ ആകുമ്പോൾ രണ്ടും ഒന്നാണ്. എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയറും എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറും വേറെ വേറെയാണ്. ഇപ്പോഴേ 5 അധികം 10 5 അധികം 10 എന്ന് പറഞ്ഞാലും 10 അധികം 5 എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയല്ലേ. രണ്ടും 15 അല്ലേ. 5 അധികം 10 ആണെങ്കിലും 10 അധികം 5 ആണെങ്കിലും 15 ആണ്. പക്ഷെ ഇത് വ്യത്യാസമുണ്ട് കേട്ടോ. 10 മൈനസ് 5 എന്ന് പറഞ്ഞാലും 5 മൈനസ് 10 എന്ന് പറഞ്ഞാലും വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് സബ്ട്രാക്ഷൻ അണ്ടർ എഴുതിയേക്കണത്. 5 മൈനസ് 10ഉം 10 മൈനസ് 5ഉം വേറെ വേറെ വാല്യൂസ് ആണ്. സബ്ട്രാക്ഷൻ 2 വാല്യൂ കൊടുത്തിട്ടുണ്ട്. അഡീഷന് ഒരെണ്ണമേ ഉള്ളൂ കേട്ടോ. അപ്പൊ നോക്കി ഒന്നുകൂടെ നോക്കിയ ഫോർമുലാസ് നമ്മൾ ലെഫ്റ്റ് സൈഡേ പറഞ്ഞോളൂ. എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണെങ്കിലും എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിലും ഒരേ സ്റ്റൈലിലാണ് കിടക്കുന്നത്. 1 by 2a log 1 by 2a log എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ആണെങ്കിൽ എക്സ് മൈനസ് എ ബൈ എക്സ് പ്ലസ് എ മൈനസ് മുകളിൽ വരും. എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എക്സ് മൈനസ് ഇതിന്റെ ഫാക്ടേഴ്സ് ആണ് കേട്ടോ. എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എ ബൈ എക്സ് പ്ലസ് എ ആണ് ഫാക്ടേഴ്സ്. നമുക്ക് ഫാക്ടറൈസ് ചെയ്യാലോ. എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് എ ഇൻറ്റു എക്സ് പ്ലസ് എ ആണ്. 1 by 2a log മോഡ് ആദ്യത്തെ ഫാക്ടർ എക്സ് മൈനസ് എ ബൈ എക്സ് പ്ലസ് എ. ഇനി തിരിച്ച് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാണെങ്കിലോ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ എ മൈനസ് എക്സും എ പ്ലസ് എക്സും ആണ്. എ മൈനസ് എക്സും എ പ്ലസ് എക്സും. ഇവിടെ എ പ്ലസ് എക്സ് ആണ് മുകളിൽ കേട്ടോ. 1 by 2a log എ പ്ലസ് എക്സ് ബൈ എ മൈനസ് എക്സ്. ആദ്യത്തേല് എക്സ് മൈനസ് എ മുകളിൽ വന്നിരിക്കുന്നു. രണ്ടാമത്തിനകത്ത് എ പ്ലസ് എക്സ് മുകളിൽ വന്നിരിക്കുന്നു. ഇത് നിങ്ങൾ ഏതെല്ലാം രീതിയിൽ മനസ്സിലാക്കാമോ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊള്ളണം. വെറുതെ കാണാപ്പാടം പഠിച്ചു കഴിഞ്ഞാൽ കിട്ടില്ല കേട്ടോ.
വെറുതെ കാണാപ്പടം പഠിച്ചു കഴിഞ്ഞാൽ ഫോർമുലാസ് നമുക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് വെറുതെ കാണാപ്പടം പഠിക്കരുത്. എന്തെങ്കിലും മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടേതായ രീതിയിൽ കമ്പയർ ചെയ്ത് എങ്ങനെയെങ്കിലും ഓർത്തിരുന്നോളൂ. വെറുതെ കാണാപ്പടം പഠിച്ചു വെക്കരുത്. ഒന്നുകൂടെ നോക്കി, രണ്ട് ഫോർമുല 1/x² - a². അതിന്റെ ആൻസർ 1/2a log x - a x + a. മൈനസ് ആണ് മുകളില്. നേരെ തിരിച്ച് 1/a² - x² ആണെങ്കിൽ പ്ലസ് ആണ് മുകളില്. 1/2a log a + x a - x ആണ്. അടുത്തത് 1/x² + a². x² + a² ആണെങ്കിലും a² + x² ആണെങ്കിലും 1/a tan inverse x/a ആണ്. നടുക്ക് പ്ലസ് ആണെങ്കിൽ, താഴെ പ്ലസ് ആണെങ്കിൽ 1/a tan inverse x/a വരും. 1/a tan inverse x/a. ഇനി അടുത്ത 3 ഫോർമുല കേട്ടോ. ഇത് കൂടാതെ 3 ഫോർമുല ഇവിടെ ഉണ്ട്. നാലാമത്തെ ഫോർമുല ഇന്റഗ്രൽ 1/√x² - a². 1/√x² - a² dx. 1 അല്ലെങ്കിൽ dx 1 ആട്ടോ dx എന്ന് കൊടുക്കുന്നത്. √x² - a². ഇതിന്റെ ആൻസർ വരുന്നത് log mod x plus √x² - a² plus c. എഴുതി കൊടുക്കാട്ടോ ഫോർമുല. അഞ്ചാമത്തേത് ഇന്റഗ്രൽ 1/√x² plus a² dx. x² plus a² dx. ഇതും log mod x plus √x² plus a² plus c. അവസാനത്തെ ഫോർമുല ഇന്റഗ്രൽ 1/√a² minus x². a² minus x² ന്റെ ആൻസർ sin inverse x/a plus c. √a² minus x² sin inverse x/a plus c. ആറ് ഫോർമുല കേട്ടോ. 6 ഫോർമുല ഉണ്ട്. ഈ 6 ഫോർമുല നമ്മൾ ബൈ ഹാർട്ട് ചെയ്യണം. ഈ ഫോർമുലകൾ അപ്ലൈ ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അടുത്ത എക്സസൈസ് ചെയ്യാനുള്ളത്. ഈ ഫോർമുല അപ്ലൈ ചെയ്യുക എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫോർമുല മാത്രമല്ല ഉള്ളൂ കേട്ടോ. മുമ്പ് പഠിച്ച മുഴുവൻ കാര്യങ്ങളും വേണം. കഴിഞ്ഞ 2 എക്സസൈസ് ചെയ്യാനായിട്ട് നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ ആ മുഴുവൻ കാര്യങ്ങളും വേണം. അതിന്റെ കൂടെ ഈ ഫോർമുലകൾ കൂടി അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, നോക്കിയേ അവസാനത്തെ 3 ഫോർമുല നോക്കിയേ. ആ ആദ്യത്തെ 3 ഫോർമുല തന്നെയാണ് പിന്നീട് വന്നേക്കുന്നതും. ലെഫ്റ്റ് സൈഡിനകത്ത് ഒരു ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആദ്യം എഴുതിയ അതേ 3 ഫോർമുല തന്നെയാണ് രണ്ടാമത് വന്നിരിക്കുന്നത്. എന്താ ലെഫ്റ്റ് സൈഡിനകത്ത് വ്യത്യാസം വന്നേക്കണേ? എന്താ അൻവറേ? ആദ്യത്തെ 3 ഫോർമുല രണ്ടാമത്തെ 3 ഫോർമുലയും തമ്മിലുള്ള വ്യത്യാസം അൻവറേ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ട് ആദ്യത്തേന്. രണ്ടാമത്തെ രണ്ടെണ്ണത്തിനില്ല. ലെഫ്റ്റ് സൈഡ് ക്വസ്റ്റ്യൻ നോക്കുക. ആൻസറുകൾ തമ്മിലുള്ള വ്യത്യാസമല്ല, ക്വസ്റ്റ്യൻ തമ്മിൽ എന്താണ് വ്യത്യാസം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തമ്മിൽ എന്താണ് സാദൃശ്യം? എന്തോ ആ റൂട്ടുണ്ട്. സെയിം സാധനം തന്നെയാണ് കേട്ടോ. ആദ്യത്തെ അതേ 3 ഫോർമുല തന്നെയാണ്. അവിടെ ഡിനോമിനേറ്ററിൽ റൂട്ടില്ല. ആദ്യത്തെ 3 ഫോർമുലക്കകത്ത് ഡിനോമിനേറ്ററിൽ റൂട്ടില്ല. അവസാനം എഴുതിയിരിക്കുന്ന 3 ഫോർമുലക്കകത്ത് ഡിനോമിനേറ്ററിനകത്ത് റൂട്ടുണ്ട്. അപ്പൊ റൂട്ടുള്ള 3 ഫോർമുല, റൂട്ടില്ലാത്ത 3 ഫോർമുല രണ്ടും സെയിം ആണ്. ടേംസ് സെയിം ആണ്. ആദ്യത്തെ 3 ഫോർമുലയിൽ തന്നിരിക്കുന്ന അതേ സെയിം ടേംസ് ആണ് പിന്നത്തെ 3 ഫോർമുലയിലും തന്നിരിക്കുന്നത്. ഇവിടെ ഡിനോമിനേറ്ററിൽ റൂട്ട് ഉണ്ടെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ x² തുടങ്ങുന്നത്, അതായത് x² minus a² x² plus a² ഉണ്ടോ? ആദ്യത്തെ രണ്ടെണ്ണം 1/√x² minus a². സ്ക്രീനിൽ ശ്രദ്ധിക്കാട്ടോ. 1/√x² minus a², അതുപോലെ 1/√x² plus a². ഇതിന്റെ രണ്ടിന്റെയും ആൻസർ ലോഗ് ആണ്. ലോഗ് മോഡ് എക്സ്.
ലോഗ് മോഡ് എക്സ്, ഇവിടെ കണ്ടോ ലോഗ് മോഡ് എക്സ് പ്ലസ്, ഇനി ക്വസ്റ്റിന്റെ താഴെയുള്ളത് ഇവിടെ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇവിടെയാണെങ്കിൽ ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സി. അതാണ് ആൻസർ വന്നിരിക്കുന്നത്. അടുത്തത് റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിന് സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എയും. റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഒന്നുകൂടെ നോക്കി ആറ് ഫോർമുലയും ഒന്നുകൂടെ നോക്കി കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം, കാര്യങ്ങൾ അറിയായിരിക്കണം, ചുമ്മാ കാണാപ്പടം പഠിക്കരുത്. ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ചോ, ആറ് ഫോർമുലയും ഇപ്പൊ തന്നെ പഠിച്ച് മുന്നോട്ട് പോയിക്കൊള്ളുക. ഫസ്റ്റ് വൺ ഇന്റഗ്രൽ 1/x സ്ക്വയർ മൈനസ് എ സ്ക്വയർ, 1/2a ലോഗ്, അതിന്റെ ഫാക്ടേഴ്സ് എക്സ് മൈനസ് എ മോളില് എക്സ് പ്ലസ് എ താഴെ. അടുത്തതിലാണെങ്കിൽ 1/a സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വരും. അവിടെയും 1/2a ലോഗ്, എ പ്ലസ് എക്സ് മുകളിലും എ മൈനസ് എക്സ് താഴെയും. അടുത്തത് 1/x സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർന്നോ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർന്നോ ആവാം കേട്ടോ. അഡീഷൻ വരുന്നത് 1/a ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. അടുത്തതിൽ 1/√ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, റൂട്ട് വരുന്ന ഫോർമുലയായി. റൂട്ട് വരുന്ന ഫോർമുലയ്ക്കകത്ത് ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സി. അടുത്ത ഇന്റഗ്രൽ 1/x സ്ക്വയർ പ്ലസ് എ സ്ക്വയറിന്റെ റൂട്ട്, അതും ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ പ്ലസ് സി. അടുത്തതിനകത്താണ് 1/√ ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ എന്ന് വരും, സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ആറ് ഫോർമുലയും ബൈ ഹാർട്ട് ചെയ്ത് തോന്നുന്നു. ഇനി കുറച്ച് കാര്യങ്ങളോട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് കേട്ടോ. അത് ക്വസ്റ്റ്യൻസിലൂടെ പറയാം, വെറുതെ പറഞ്ഞാൽ മനസ്സിലാവില്ല. പ്രോബ്ലം വരുമ്പോൾ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം. തൽക്കാലം എക്സസൈസിലേക്ക് വരിക. എക്സസൈസ് 7.4, എക്സസൈസ് 7.4 കേട്ടോ. എക്സസൈസ് 7.4. Integrate the functions in exercise 1 to 23. 1 മുതൽ 23 വരെയുള്ള ഫംഗ്ഷൻസ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ. എക്സസൈസ് ദ ഫംഗ്ഷൻസ് ഇൻ 1 to 23. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാം, കണ്ടിരുന്നോളുക. ഇന്റഗ്രൽ എഴുതണ്ട കേട്ടോ, കണ്ടിരുന്നാൽ മതി എങ്ങനെയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ 3x സ്ക്വയർ ബൈ x raised to 6 plus 1 dx equal to integral 3x square dx by x raised to 6 plus 1. നേരിട്ട് ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഈ കിടക്കുന്ന രീതിയിൽ ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ചെറിയ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എന്നാലും നമുക്ക് ഫോർമുല അപ്ലൈ ചെയ്യാവുന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. നമുക്ക് പഠിച്ചിരിക്കുന്ന ഇപ്പൊ എഴുതിയിരിക്കുന്ന ഈ 6 ഫോർമുലക്കകത്തും ആ ന്യൂമറേറ്ററിൽ 1 ആണ്. 1 dx അല്ലേ വന്നേക്കണെന്ന് നോക്കിയേ. ഇപ്പൊ എഴുതിയിരിക്കുന്ന 6 ഫോർമുലയുടെയും ന്യൂമറേറ്റർ 1 dx ആണ്. താഴെ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഉണ്ട്, എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്, റൂട്ട് വരുന്നതും ഉണ്ട്. 6 ഫോർമുലയുടെയും ന്യൂമറേറ്റർ 1 തന്നെയാണ്. ശരിയല്ലേ പിള്ളേരെ? 6 ന്യൂമറേറ്റർ 1 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആ രീതിയിലേക്കൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം കേട്ടോ. ആ രീതിയിലേക്ക് അറേഞ്ച് ചെയ്യണം. താഴെ എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയറോ അല്ലെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ള ഫോമിലേക്കൊക്കെ മാറ്റി എഴുതണം. അങ്ങനെയൊക്കെ നമുക്കൊന്ന് അറേഞ്ച് ചെയ്യണം. അതിനായിട്ട് അടുത്ത സ്റ്റെപ്പ് എന്ത് എഴുതാന്ന് പറയാമോ? ഡിനോമിനേറ്ററിനകത്ത് ഒരു അറേഞ്ച്മെന്റ് പറയാമോ? ന്യൂമറേറ്റർ ഞാൻ തൽക്കാലം അതുപോലെ തന്നെ എഴുതുന്നു. 3x സ്ക്വയർ ബൈ ഡിനോമിനേറ്ററിനെ x raised to 6 ഒന്ന് മാറ്റി എഴുതണം. x raised to 6 ഒന്ന് മാറ്റി എഴുതണം. എങ്ങനെ എഴുതാം അൽഫാദെ? നമുക്കിപ്പോ തന്നിരിക്കുന്ന ഫോർമുലകൾ എല്ലാം എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ആ ഫോർമുലയ്ക്കാണ്. x raised to 6 എന്ത് എഴുതും? അത് മറ്റേ 1 raised to 6 x plus 1 whole raised to 6 എന്ന് പറയാൻ പറ്റുമോ? 1 raised to 6 1 whole raised to 6 എന്ന് പറയാൻ പറ്റും. 1 raised to 6 1 whole raised to 6 എന്ന് പറയാൻ പറ്റും. 1 raised to 6 1 whole raised to 6 എന്ന് പറയാൻ പറ്റും. 1 raised to 6 1 whole raised to 6 എന്ന് പറയാൻ പറ്റും. 1 raised to 6 1 whole raised to 6 എന്ന് പറയാൻ പറ്റും. 1 raised to 6 1 whole raised to 6 എന്ന് പറയാൻ പറ്റും. 1 raised to 6 1 whole raised to 6 എന്ന് പറയാൻ പറ്റും. 1 raised to 6 1 whole raised to 6 എന്ന് പറയാൻ പറ്റും. 1 raised to 6 1 whole raised to 6 എന്ന് പറയാൻ പറ്റും. 1 raised to 6 1 whole raised to 6 എന്ന് പറയാൻ പറ്റും. 1 raised to 6 1 whole raised to 6 എന്ന് പറയാൻ പറ്റും. 1 raised to 6 1 whole raised to 6 എന്ന് പറയാൻ പറ്റും
x+1 all raised to 6 ആവില്ല. x+1 all raised to 6 ഒരിക്കലും നമുക്ക് എഴുതാൻ പറ്റില്ല. x raised to 2 the whole raised to 3. x raised to 2 the whole raised to 3. അങ്ങനെ പവർ 3 ആവുന്നതുകൊണ്ട് നമുക്ക് മെച്ചമില്ലടാ. നമ്മുടെ ഫോർമുലക്കകത്തെല്ലാം പവർ 2 ഇല്ലേ നോക്കി. അതെ, ഇപ്പൊ തന്ന ഫോർമുലക്കകത്തെല്ലാം x² എന്നല്ലേ താഴെ. അപ്പൊ പവർ 2 ആയിട്ട് വരണം. x²³ എന്ന് എഴുതിയാ പോരാ, നീ പറഞ്ഞതൊന്ന് അറേഞ്ച് ചെയ്ത് പറഞ്ഞാൽ ശരിയാവും. x² the whole square എന്നാക്കും കേട്ടോ ഇതിനെ. x³ the whole square എഴുതണ്ട, കണ്ടിരുന്നാ മതി. തൽക്കാലം നിങ്ങൾ കണ്ടിരിക്കുക. x³ the whole square എന്ന് എഴുതിയാൽ x raised to 6 ആയി. പ്ലസ് 1 തൽക്കാലം 1 വേണമെങ്കിൽ 1² എന്ന് കൊടുക്കാം കേട്ടോ. 1² എന്ന് പറഞ്ഞാലും 1 തന്നെയാണ്. ഈ x raised to 6നെ x³ സ്ക്വയർ എന്നാക്കി. ഇനി ഫോർമുല അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുവാണ് കേട്ടോ. സബ്സ്റ്റിറ്റ്യൂഷൻ. ഞാൻ ഈ x³ t എന്ന് കൊടുത്തു. put x³ equal to t. x³ equal to t ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? dt by dx. x³ t എന്ന് കൊടുത്താൽ അതിന്റെ ഡെറിവേറ്റീവ് എത്രയായിരിക്കും? എത്രയാ അമീന? ഡെറിവേറ്റീവ് ഓഫ് x³. x³ ഡെറിവേറ്റീവ് എത്രയാണ്? x² ഡെറിവേറ്റീവ് x raised to n-1 x raised to x raised. ഞാൻ ഇവിടെ പേര് നോട്ട് ചെയ്ത് നോക്കിയോട്ടോ അമീന. ഇടയ്ക്ക് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കും, പേര് ഞാൻ നോട്ട് ചെയ്ത് നോക്കി അറിയില്ലെങ്കിൽ കേട്ടോ. മുമ്പുള്ള കാര്യങ്ങൾ അറിയായിരിക്കണം. എന്താ അബു? ഡെറിവേറ്റീവ് ഓഫ് x³ സർ 3x². ഡെറിവേറ്റീവ് ഓഫ് x³ ഈക്വൽ ടു 3x². 3x² എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ dx കൂടെ മൾട്ടിപ്ലൈ ചെയ്തു കേട്ടോ. 3x² dx, ആ മുകളിൽ കിടക്കുന്ന സംഭവം 3x² dx ഈക്വൽ ടു dt എന്നായി. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. therefore this is equal to എന്ത് വരും? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിയുമ്പോൾ ഞാൻ താഴെ അറേഞ്ച് ചെയ്ത് x³ the whole square എന്നാക്കി. x³ ഞാൻ t എന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ഇനി എങ്ങനെ എഴുതാം ആൾഡ്രിനെ? ആൾഡ്രിൻ dt by 3x² dx dt. 3x² dx ന് dt എന്ന് കൊടുക്കാം. dt by t plus 1 t² plus 1. t² plus 1. 1നെ 1² എന്ന് എഴുതാലോ. എഴുതാൻ പാടില്ലേ? ഇന്റഗ്രൽ dt by t² plus 1. ഇപ്പൊ നമുക്ക് അറിയാവുന്ന ഫോർമുലയുടെ രൂപത്തിലേക്ക് ആക്കിയില്ലേ നോക്കി. ആ എക്സിന് പകരം നമ്മൾ എഴുതിയിരിക്കുന്ന ഫോർമുലക്കകത്ത് എക്സ് ആണെന്നുള്ളൂ, എക്സിന് പകരം ടി ആണ് ഇവിടെ. ശരിയല്ലേ? നമ്മൾ 6 ഫോർമുല എഴുതിയിട്ടുണ്ട്, അത് എക്സ് വെച്ചാണ് എഴുതിയിരിക്കുന്നത്. എക്സിന് പകരം ടി എന്ന വേരിയബിൾ ആയെന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ഇന്റഗ്രേഷൻ എന്ത് വരും? എന്താ സാലിം ഇതിന്റെ ഇന്റഗ്രേഷൻ? ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്ന വാല്യൂ എന്താണ്? ഫോർമുല അനുസരിച്ച് പറഞ്ഞേ. 1 by t. 1 by t. അതെവിടെ നിന്ന് കിട്ടിയതാ? ഇത് ഏത് ഫോർമുല അനുസരിച്ചാ കിടക്കണം? ഞാൻ സൈഡിൽ എഴുതാം. ഇത് ഏത് ഫോർമുല അനുസരിച്ചാ നീ പറഞ്ഞേ? 1 by 2. ഇത് ഏത് ഫോർമുല അനുസരിച്ചാണ് കിടക്കുന്നത്? ഏത് ഫോർമുല എന്ന് പറഞ്ഞേ? ഇന്റഗ്രൽ dx by x² dx by x² plus s². ഇന്റഗ്രൽ dx by x² plus s². എക്സിന് പകരം ടി ആണെന്നുള്ളൂ കേട്ടോ. എക്സിന് പകരം ടി ആണ്. എ കോൺസ്റ്റന്റ് ആണ്. ഇവിടെ എക്ക് പകരം 1 ആണ്. എക്സിന് പകരം ടിയും എക്ക് പകരം 1ഉമാണ്. ഈക്വൽ ടു ഇതിന്റെ ആൻസർ എന്താ? 1 by a tan inverse. 1 by a tan inverse x by a plus c. ശരി, അപ്പൊ നീ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ. അങ്ങനെയാണെങ്കിൽ 1 by t യോ ഇവിടെ a എത്രയാ? a കോൺസ്റ്റന്റ് ആണ്. എക്സിന് പകരമാണ് ടി. എക്സിന് പകരം ടി, എക്ക് പകരം 1 ആണ്. 1 by 1 plus tan inverse
t by 1 plus c. 1 by 1 1 ആണ്. tan inverse t by 1 t ആണ്. tan inverse t plus c എന്ന് വരും. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എക്സിലാണ് കേട്ടോ. എക്സിലുള്ള ക്വസ്റ്റിനെ നമ്മൾ ടിയിലേക്ക് മാറ്റി ഇന്റഗ്രേറ്റ് ചെയ്തു. ആൻസർ തിരിച്ച് എക്സിലേക്ക് കൊടുക്കണം. ടിക്ക് പകരം എന്ത് കൊടുക്കണം? ടി ഈക്വൽ ടു എക്സ് ക്യൂബ് ആണ്. അപ്പോൾ tan ഇൻവേഴ്സ് എക്സ് ക്യൂബ് പ്ലസ് സി എന്ന് വരും. tan ഇൻവേഴ്സ് എക്സ് ക്യൂബ് പ്ലസ് സി എഴുതിക്കൊള്ളുക. മനസ്സിലാക്കി എഴുതിക്കൊള്ളുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ ചോദിച്ചോളണം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പോൾ ചോദിച്ചോളണം. പ്രോബ്ലംസ് ചെയ്ത് പഠിക്കണം. റിസൾട്ടുകളെല്ലാം അറിയായിരിക്കണം. കാര്യങ്ങൾ അത്ര സിമ്പിൾ അല്ല കേട്ടോ. കാര്യങ്ങൾ അത്ര സിമ്പിൾ അല്ല. കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് അതിന്റെ പ്രയോജനം കിട്ടുള്ളൂ. കഴിഞ്ഞവർക്ക് രണ്ടാമത്തെ ചെയ്യാം കേട്ടോ. കഴിഞ്ഞവർക്ക് രണ്ടാമത്തെ ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂഷനുകള്, ഫോർമുലകള് എന്തൊക്കെയാണ് ചെയ്തേക്കണം എന്നുള്ള കാര്യങ്ങൾ ഒക്കെ എഴുതി വെച്ചോളണം. പിന്നീട് നോക്കുമ്പോൾ മനസ്സിലാകാനായിട്ട് വേണ്ട സകല കാര്യങ്ങളും കൂട്ടിച്ചേർത്ത് വെച്ചോളണം. നമ്പർ 2, ഇന്റഗ്രൽ ഓഫ് 1 by root of 1 plus 4x square dx. ബേസിലെ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതാം? പറഞ്ഞോ ബേസിലെ. 1 by dx by root of 1 square. 1 square plus 1 square plus 2x square. 2x whole square അല്ലേ? 2x ന്റെ സ്ക്വയർ എടുത്താൽ 4x square ആവും. 1 square plus 2x the whole square dx എന്നായി. ഇനി എന്ത് ചെയ്യും? ബേസിലെ എന്ത് ചെയ്യാം? എക്സിന് പകരം ടി കൊടുക്കും. എക്സിന് പകരം ടി കൊടുത്താ പോരാ. ഇവിടെ എക്സ് അല്ലല്ലോ. ടു എക്സിന് പകരം കൊടുക്കണ്ടേ? അവിടെ ടി എൽ 2x പകരം ടി എന്ന് കൊടുക്കാം കേട്ടോ. ടി ഈക്വൽ ടു 2x. ശരി. dt ഡെറിവേറ്റീവ് ഓഫ് dt by dx, ഡെറിവേറ്റീവ് ഓഫ് 2x എന്ത് വരും? ഡെറിവേറ്റീവ് ഓഫ് 2x ഹാഫിസെ പറഞ്ഞ ഹാഫിസെ ഡെറിവേറ്റീവ് ഓഫ് 2x. ഹാഫിസ് മുഹമ്മദ് 2. ശരി. അപ്പോൾ ഇവിടെ dx മാത്രമേ ഉള്ളൂ. dt by 2 equal to dx എന്നാവും. ഹാഫിസെ പറഞ്ഞ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. therefore ഇന്റഗ്രൽ ടിയിലേക്ക് മാറ്റണം. ഇനി മൊത്തം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് ടിയിലേക്ക് മാറ്റുവാണ്. മുകളിലുള്ള dx വരെ എന്ത് എഴുതാം? d2 by t. d2 by t എന്നാണോടാ? Derivative t by 2. dt by 2.
ഡി എക്സിന് പകരം ഡി ടി ബൈ ടു. ആ 2 ഞാൻ ഇവിടെ കൊടുത്തുട്ടോ പുറത്ത്. 1/2 എന്ന് കൊടുത്തു. ഡി ടി ബൈ 2. ആ താഴെ root of 1 square plus 2 square. 2 t square. ടി സ്ക്വയർ നമുക്കറിയാവുന്ന ഫോർമുല ആയില്ലേ? ഹാഫ് ഇൻറ്റു ഇന്റഗ്രൽ ഡി ടി. എക്സിന് പകരം ടി ആയിരുന്നുള്ളൂ കേട്ടോ. എക്സിന് പകരം ടി ആയിരുന്നുള്ളൂ. റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഫോർമുലയാണത്. എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ ഏതാ? 1/a tan inverse. 1/a tan inverse അല്ലല്ലോടാ. x square plus a square അല്ലേ? 1/a സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. അതിന് റൂട്ട് ഉണ്ട്. ആഫിസേ, റൂട്ടുള്ള 3 ഫോർമുലയും റൂട്ട് ഇല്ലാത്ത 3 ഫോർമുലയാണ്. log mod of ലോഗ് മോഡ് എക്സിന് വരെന്നാ 1 plus 1 plus root of 1 square plus t raised to 4. റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് t square. നീ ആദ്യം പറഞ്ഞ തെറ്റിപ്പോയി. ലോഗ് മോഡിനകത്ത് ആദ്യം എന്നാ പറഞ്ഞത്? x square plus a square. x plus x square plus എക്സ്. ഇവിടെ എക്സിന് പകരം ടി അല്ലേടാ. t. ഇവിടെ എക്സിന് പകരം ടി ആണ്. അങ്ങോട്ടും കൂടെ മാറി കിടക്കും. കോൺസ്റ്റന്റ് ആണ്. എക്ക് പകരമാണ് 1, എക്സിന് പകരം ടി ആണ്. ടി പ്ലസ് സി എന്ന് വരും. ടി പ്ലസ് സി. ഇനി തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ടിക്ക് പകരം 2x കൊടുത്താൽ ഹാഫ് ലോഗ് മോഡ് ടിക്ക് പകരം 2x പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് 2xന്റെ സ്ക്വയർ പ്ലസ് സി. ദാറ്റ് ഈസ് ഹാഫ് ലോഗ് മോഡ് 2x പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് 4x സ്ക്വയർ പ്ലസ് സി എന്ന് വരും. ഏത് ഫോർമുലയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം. 6 ഫോർമുലക്കകത്ത് ഏതാണെന്ന് കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്യണം. അതിനുശേഷം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. പറയടാ. ഇവിടെ നോക്കാം. എടാ ഡി എക്സിന് പകരം ഡി എക്സ്. ഈ ഡി എക്സ് എന്ന് പറഞ്ഞാൽ ഡി ടി ബൈ 2 അല്ലേ? ആ ഡി ടി ബൈ 2ന്റെ 2 ആയി ഞാൻ പുറത്തു കൊടുത്തത്. കോൺസ്റ്റന്റ് ആൻഡ് ഇന്റഗ്രലിന്റെ പുറത്തു കൊടുത്തു എന്നുള്ളൂ. ഡി ടി ബൈ 2 ആ 2 ആണ് പുറത്തു വന്നേക്കാം കേട്ടോ. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നമുക്കറിയാവുന്ന ഫോർമുലയാക്കി മാറ്റുന്നു. അപ്പോൾ എക്സിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന ഫോർമുല ടിയിലേക്ക് മാറുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത ആ ഫോർമുല നമ്മൾ ഫോർമുലയുടെ രൂപത്തിലേക്ക് മാറ്റുന്നു. ദെൻ ആ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് ഇന്റഗ്രേഷന്റെ ആൻസർ എഴുതുന്നു. അപ്പൊ ടിയിൽ ആൻസർ കിട്ടും. തിരിച്ച് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് എക്സിലേക്ക് മാറ്റണം. ക്വസ്റ്റ്യൻ എക്സിലായതുകൊണ്ട് ആൻസറും എക്സിലാവണം. എന്ത് ചോദിക്കാണ്ടെങ്കിലും അപ്പോൾ തന്നെ ചോദിച്ചോളണം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 3 ഇതുപോലെ നിങ്ങൾ തന്നെ ഒന്ന് ചെയ്തേ. ക്വസ്റ്റ്യൻ നമ്പർ 3 ഇന്റഗ്രൽ 1/root of 2 minus x the whole square plus 1 dx. കാണാൻ പറയാലോ ഇത് ഏത് ഫോർമുലയുടെ രൂപത്തിലായിരിക്കും. ഏകദേശം കാണുമ്പോൾ മനസ്സിലാവും. നമുക്കറിയാവുന്നത് എക്സ് റൂട്ട് ഉള്ളതുണ്ട്, റൂട്ട് ഇല്ലാത്തതുണ്ട്. എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഉണ്ട്, എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ ഉണ്ട്, എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഉണ്ട്. ആ മൂന്നെണ്ണുള്ളൂ കേട്ടോ. എക്സ് സ്ക്വയറിന്റെ കൂടെ എ സ്ക്വയർ കൂട്ടും, എക്സ് സ്ക്വയറിൽ നിന്ന് എ സ്ക്വയർ കുറയ്ക്കും. അതുപോലെ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറും. നമുക്കറിയാവുന്ന ഫോർമുലയുടെ രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടി ഇവിടെ എന്ത് ചെയ്യും?
എന്ത് ചെയ്യും ചന്ദ്ര? One by 1/2 square minus square. കേട്ടിട്ടില്ല. 2 square minus x square. 2 square minus x square. 2 minus x the whole square എന്ന് പറഞ്ഞാൽ 2 square minus x square ആണോ? 2 square minus 4ac. അത് വേണ്ട, എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യേണ്ട ആവശ്യം അവിടെ ഇല്ല. എന്ത് ചെയ്യും സുഹൈലെ? നിനക്ക് എന്താ തോന്നണേ? എങ്ങനെ മുന്നോട്ട് വന്നു തോന്നണേ? എക്സ്പാൻഷൻ ഒന്നും വേണ്ട. നമുക്ക് അറിയാവുന്ന ഫോർമുലയുടെ രൂപത്തിലേക്ക് മാറ്റണം. തന്നിരിക്കുന്ന ക്വസ്റ്റിനെ അറിയാവുന്ന ഫോർമുലയുടെ രൂപത്തിലേക്ക് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യണം? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. മുമ്പുള്ള 2 ക്വസ്റ്റ്യനുകൾ നമ്മൾ ചെയ്തു. ആ സെയിം കാര്യമാണ് ഉപയോഗിക്കുന്നത്. സെയിം കാര്യം എന്ന് ഉദ്ദേശിച്ച സെയിം ഇതൊന്നല്ല കേട്ടോ. അതെ, ആ മെത്തേഡ്, സെയിം മെത്തേഡ്. Sir, ആ 2 minus x the whole square plus 1 square. 2 minus x the Whole square plus 1 square. ആ അങ്ങനെ ഇത് 2 minus x the whole square plus 1 square. 1 square. ആ 1 എന്ന് പറഞ്ഞാൽ 1 square ആണ്. പിന്നെ എന്ത് ചെയ്യും? എന്നിട്ട് t ഇട്ട് കൊടുക്കും. എവിടെ ടി ഇട്ട് കൊടുക്കും? 2 minus x the whole square. 2 minus x the whole square നല്ല ടി. 2 minus x the whole square ന് ടി എന്ന് കൊടുത്താൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചന്ദന ശ്രദ്ധിച്ചിരിക്കണം. ചന്ദന 2 minus x the whole square എന്നല്ല, ചെറിയ മിസ്റ്റേക്ക് ഉള്ളൂ. പക്ഷെ ചെറിയ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ ആൻസർ കിട്ടില്ല. 2 minus x നാണ് ടി, എന്നാലേ ടി സ്ക്വയർ എന്ന് വരുള്ളൂ. 2 minus x ന് ടി എന്ന് കൊടുത്താലാണ് അവിടെ ടി സ്ക്വയർ കിട്ടുള്ളൂ. നമുക്ക് ഫോർമുലക്കകത്ത് താഴെ സ്ക്വയർ വരണം. 2 minus x ന് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം ഇവിടെ. അതാണ് അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. പുട്ട് ടി ഈക്വൽ ടു 2 minus x. 2 minus x ന് ടി എന്ന് കൊടുത്താൽ dt by dx എന്ത് വരും? ഡെറിവേറ്റീവ് ഓഫ് 2 minus x. എന്താണ് ഡെറിവേറ്റീവ് ഓഫ് 2 minus x നിഹാലെ? ഡെറിവേറ്റീവ് ഓഫ് 2 എന്താണ്? ഡെറിവേറ്റീവ് ഓഫ് മൈനസ് x എന്താണ്? 2 0 ആണോ? ആ 2 ന്റെ ഡെറിവേറ്റീവ് 0 മൈനസ് x ന്റെ ഡെറിവേറ്റീവ് 1. 1. അപ്പൊ -1 ആവും കേട്ടോ. dt by dx ഈക്വൽ ടു -1. അപ്പോൾ dt ഈക്വൽ ടു -dx അല്ലെങ്കിൽ dx ഈക്വൽ ടു -dt. മൈനസ് പ്രത്യേകം മതി. dx ഈക്വൽ ടു -dt. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ ഇന്റഗ്രൽ പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു പറഞ്ഞ അസ്ലമേ. ഇന്റഗ്രൽ -dt. ആ മൈനസ് ഞാൻ പുറത്തു കൊടുത്തു കേട്ടോ. -dt by t square plus 1. ഇല്ലടാ, t square plus 1. റൂട്ടില്ല എന്നാ, റൂട്ട് താഴെ. റൂട്ട് ഉണ്ട്. റൂട്ട് ഓഫ് ടി സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. ഇപ്പൊ ഇതേത് ഫോർമുലയായി? നമുക്ക് അറിയാവുന്ന ഫോർമുലയായി. dx by root of x square. റൂട്ട് ഓഫ് പറഞ്ഞോ, x square plus 1 a square. a square. അപ്പൊ അതിന്റെ ആൻസർ എന്താന്ന് പറഞ്ഞേ? ഇതിന്റെ ഇന്റഗ്രൽ എന്താ? 1/2 1 by minus log a square plus log. എടാ ഞാൻ എഴുതുന്നേക്കണ ഏത് ഫോർമുലയുടെ രൂപത്തിൽ ഏത് കിടക്കുന്നത്? dx by root a square plus x square plus a square.
dx by root of x square. ആ dx-ന് പകരം t ആയി എന്നുള്ള വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ. dx by root of x square plus a square. എന്താ അതിന്റെ ആൻസർ? log mod of x plus root x square plus a square. അപ്പൊ അതുപോലെ ഇതങ്ങ് പറഞ്ഞേ log t square mod of t square plus root t square plus 1 square. അല്ലല്ലോ, ലോഗ് നിനക്ക് ഞാൻ ആ ഫോർമുല തന്നേക്കണത് ലോഗ് മോഡ് എക്സ് സ്ക്വയർ എന്നാണോ തന്നേക്കണത്? എക്സ് ഉള്ളൂ, എക്സ് അല്ലേ ഉള്ളൂ. അപ്പൊ ഇവിടെ പറ ലോഗ് മോഡ് t plus root of t square plus 1 square. t square plus 1 square plus c. ശരി, ഇനി തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ടി മാറ്റിയിട്ട് എക്സിലേക്ക് മാറ്റണം. മൈനസ് ലോഗ് മോഡ് ടിക്ക് പകരം എന്ത് കൊടുക്കണം? 2 minus 6. ടിക്ക് പകരം 2 minus 6. 2 minus x plus root of t minus 2 minus x the whole square plus 1 square. 1 square അല്ലെങ്കിൽ 1 പ്ലസ് സി. തീർന്നു. നമുക്കറിയാവുന്ന ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് അറിയാവുന്ന ഫോർമുലയിലേക്ക് മാറ്റും. ഇന്റഗ്രേഷൻ എഴുതും, തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 4 തന്നെ എഴുതിക്കേ. ക്വസ്റ്റ്യൻ നമ്പർ 4 ഇതുപോലെ തന്നെ എഴുതിക്കേ. Integral 1 by root of 9 minus 25x square. Integral 1 by root of 9 minus 25x square dx. Integral എന്ത് ചെയ്യും ഫൈസേ? ശരി, 1 by root of 3 square മൈനസ് 5x square. 5x whole square അല്ലേ? ശരി, dx ആക്കി. 3 square minus 5x the whole square dx. ഇനി t-ക്ക് 5x എന്ന് പറഞ്ഞു. ശരി, t equal to 5x. അപ്പോൾ dt by dx ഓ 5 dt by 5x equal to dx. ഓക്കെ ഓക്കെ, ശരി, ഇവിടെ കൊടുക്കാം നമുക്ക്. ഇന്റഗ്രൽ dx-ന് പകരം 1/5 വെളിയിലെടുക്കണം. 1/5 വെളിയിലെടുത്തു. dt by 5 root of മൈനസ് t square. ഓക്കെ, ശരി, ഈക്വൽ ടു 1/5 ഇൻറ്റു ഏത് ഫോർമുല അനുസരിച്ച് കിടക്കണേ? റൂട്ട് ഓഫ് സൈൻ ഇൻവേഴ്സ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അല്ലേ? എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. ഇവിടെ എക്സ് ബൈ എ എന്ന് പറഞ്ഞത് വരും. എക്സിന് പകരം എന്താണ്? എക്ക് പകരം എന്താണ്? t by 3 square. t by 3. ഓക്കെ, t by 3. 1/5 സൈൻ ഇൻവേഴ്സ് t by 3. ഇനി t എന്താണെന്ന് തിരിച്ചു കൊടുത്താൽ മതി കേട്ടോ. ടിക്ക് തിരിച്ചു കൊടുക്കുക. ദാറ്റ് ഈസ് 1/5 സൈൻ ഇൻവേഴ്സ് t എന്തായിരുന്നു? 5x by 3 പ്ലസ് c.
മ്യൂട്ട് ചെയ്തോ. എന്തെങ്കിലും സംശയം ചോദിക്കുകയാണെങ്കിൽ ചോദിച്ചോളുക. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു, ഫോർമുലയുടെ രൂപത്തിലേക്ക് മാറ്റുന്നു. ഇത്ര കാര്യം ചെയ്യാനുള്ളൂ. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു, ഫോർമുലയുടെ രൂപത്തിലേക്ക് മാറ്റി. അപ്പോൾ എക്സിന് പകരം ടി വരും. എക്സിന് പകരം ടി വരും. വേറെ വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ ഫോർമുലക്കകത്ത് എക്സ് വന്നിടത്തൊക്കെ ഇവിടെ ടി വരും. അപ്പൊ ആ ഫോർമുല അനുസരിച്ച് ആൻസർ എഴുതുക. ഇൻ ടേംസ് ഓഫ് ടി ആയിരിക്കും ആൻസർ കിട്ടുന്നത്. ആ ടിയിൽ കിട്ടുന്ന ആൻസറിനെ തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് എക്സിലേക്ക് മാറ്റി എഴുതുക. എല്ലാ ക്വസ്റ്റ്യനും നമുക്ക് ചെയ്യാൻ പറ്റാട്ടോ മക്കളെ. എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് നമുക്ക് സമയമില്ല കേട്ടോ. ഒരുപോലെ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഒഴിവാക്കേണ്ടതായിട്ട് വരും. കുറച്ചുകൂടെ പോർഷൻസ് കൂടുതലായിട്ട് എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരുപോലെ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് ഒഴിവാക്കേണ്ടി വരും കേട്ടോ. ഞാൻ തൽക്കാലം ഇനി പോകുന്നത് 7ാമത്തെ ക്വസ്റ്റ്യനിലേക്കാണ്. ഈ 5ഉം 6ഉം ഇതുപോലെ തന്നെയാണ് കേട്ടോ. 5ഉം 6ഉം ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. 7ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകും. ക്വസ്റ്റ്യൻ നമ്പർ 7. Question number 7. Integral x minus 1 by root of x square minus 1. X minus 1 by root of x square minus 1 dx equal to. ഇതെങ്ങനെ ചെയ്യണമെന്ന് പറയാമോ? ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ച ഫോർമുലയുടെ രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും. ചുമ്മാ മാറില്ല. ഒരു ചെറിയ കാര്യം ആദ്യം ചെയ്യാനുണ്ട്. എന്ത് ചെയ്യും ആദിൽ നസീഹേ? ഡിനോമിനേറ്റർ 2 ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ 2 x by root x square minus 1 minus 1 by root x square minus 1. സ്പ്ലിറ്റ് ചെയ്ത് എഴുതും അല്ലെ? ന്യൂമറേറ്ററിൽ 2 ടേം ഉണ്ട്. ന്യൂമറേറ്ററിൽ 2 ടേമുകളുണ്ട്. ഡിനോമിനേറ്ററിനെ ആ 2 ടേമിന്റെയും താഴത്തേക്ക് ആക്കി, അതായത് ആ തന്നിരിക്കുന്ന ക്വസ്റ്റിനെ 2 ടേം ആയിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. സ്കൂളിൽ പഠിച്ചോ അതിലെ? സ്കൂളിൽ എവിടെ വരെ പഠിച്ചു? കഴിഞ്ഞ തുടങ്ങിയില്ല സ്കൂൾ? തുടങ്ങിയില്ല. ശരി ശരി. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും കേട്ടോ. ഈ ക്വസ്റ്റിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതും. ഇന്റഗ്രൽ ആദ്യത്തെ ടേം എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 dx മൈനസ്, പിന്നെ ബാക്കി -1 ആണ് കേട്ടോ. -1. അപ്പോൾ മൈനസ് ഇന്റഗ്രൽ 1 dx ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ന്യൂമറേറ്ററിലെ ആദ്യത്തെ ടേം ബൈ ഡിനോമിനേറ്റർ മൈനസ് രണ്ടാമത്തെ ടേം ബൈ ഡിനോമിനേറ്റർ. അങ്ങനെ രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. ഇനി ആദ്യത്തേനകത്ത് ഞാനൊരു ചെറിയ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ കൊടുത്ത് നമുക്ക് ചെയ്യാം കേട്ടോ. സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റും ആദ്യത്തെ ഇന്റഗ്രലിനെ. അതിന് പകരം എളുപ്പത്തിൽ ചെയ്യാനായിട്ടൊരു മാർഗമുണ്ട്. ഞാൻ തൽക്കാലം അത് പറഞ്ഞുതരാം. നമ്മൾ പറഞ്ഞേക്കുന്നതാണ്, ഓൾറെഡി കഴിഞ്ഞ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പ് പറഞ്ഞേക്കുന്നതാണ്. ഈ താഴെ വന്നിരിക്കുന്ന ആ ഡിനോമിനേറ്റർ വന്നിരിക്കുന്ന സാധനത്തിന്റെ ഡെറിവേറ്റീവ്, ആ ഡിനോമിനേറ്റർ വന്നിരിക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ്, റൂട്ട് ഒഴിവാക്കുക കേട്ടോ, റൂട്ട് എടുക്കണ്ട. ആ റൂട്ടിനകത്ത് താഴെ വന്നിരിക്കുന്ന സംഭവത്തിന്റെ ഡെറിവേറ്റീവ് എന്താന്ന് പറഞ്ഞു? റൂട്ടിനകത്ത് വന്നിരിക്കുന്നത് എക്സ് സ്ക്വയർ മൈനസ് 1 അല്ലേ? എക്സ് സ്ക്വയർ മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് എന്ത് വരും? നിങ്ങൾ എഴുതണ്ട കേട്ടോ, കഴിഞ്ഞിട്ട് എഴുതാം. ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ് സ്ക്വയറിന് അല്ലെങ്കിൽ എക്സിന് ടീന്ന് കൊടുത്തൊക്കെ നമുക്ക് ചെയ്തു മാനിക്കാൻ പറ്റും. അതിന്റെ ആവശ്യമില്ല. അല്ലാതെ ഞാൻ ചോദിക്കുവാണ്, ഈ ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്ന ഈ സാധനത്തിന്റെ സ്ക്വയർ -1ന് ടീന്ന് കൊടുത്തത് ചെയ്യണത്. പോട്ടെ, അത് വേണ്ട.
ഈ ഡിനോമിനേറ്ററിൽ വന്നിരിക്കുന്ന ഈ എക്സ് സ്ക്വയർ മൈനസ് വണ്ണിന്റെ ഡെറിവേറ്റീവ് എന്താ? ഡെറിവേറ്റീവ് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 എന്താ കൃഷ്ണ കൈലാസാദ? എക്സ് സ്ക്വയർ മൈനസ് 1ന്റെ ഡെറിവേറ്റീവ് 2x എക്സ് സ്ക്വയറിന്റെ 2x 1ന്റെ 0. അപ്പൊ 2x അല്ലേ? ഈ താഴത്തേന്റെ ഡെറിവേറ്റീവ് ആണ് 2x. അപ്പൊ ഞാൻ ഈ താഴത്തേന്റെ ഡെറിവേറ്റീവിനെ ഞാൻ മുകളിൽ വരുത്തിക്കുവാണേ. ആ താഴത്തേന്റെ ഡെറിവേറ്റീവിനെ മുകളിൽ വരുത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ എക്സിനെ ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 2x വാല്യൂ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. രണ്ടും ഒന്നല്ലേ നോക്കിയേ. ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 dx സെയിം അല്ലേ? പറഞ്ഞ മനസ്സിലായോ? ഒരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡ് ചെയ്തു. എന്തുകൊണ്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഇതാണ്. താഴത്തേന്റെ ഡെറിവേറ്റീവ്, ആ താഴെ കിടക്കുന്ന ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് 2x ആണ്. ആ താഴത്തേന്റെ ഡെറിവേറ്റീവിനെ മുകളിൽ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് കേട്ടോ. താഴത്തേന്റെ ഡെറിവേറ്റീവിനെ മുകളിൽ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. വാല്യൂ വ്യത്യാസം വരാതിരിക്കാൻ വേണ്ടി 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ശരി. ആദ്യത്തേത്. രണ്ടാമത്തെ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. രണ്ടാമത്തെ അതുപോലെ തന്നെ എഴുതുന്നു. ഇന്റഗ്രൽ dx ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1. ഓക്കെ. ഇനി ഈ ആദ്യത്തെ ആൻസർ പറയാമോ പിള്ളേരെ? ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ഈ ഇന്റഗ്രൽ എന്താന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉപയോഗിച്ചിട്ടുള്ളതാ കഴിഞ്ഞ എക്സസൈസ് ചെയ്യാനായിട്ട്. ഫോർമുല ഇതായിരുന്നു. ഇന്റഗ്രൽ ഓഫ്, ഞാൻ ഇവിടെ സൈഡിൽ എഴുതാം. ഇന്റഗ്രൽ ഓഫ് താഴെ റൂട്ട്, താഴത്തെ ഫംഗ്ഷന് ഞാൻ എഫ് ഓഫ് എക്സ് എന്ന് കൊടുത്താൽ താഴെ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവായ എഫ് ഡാഷ് എക്സ് ആണ് മുകളില്. ഇങ്ങനെ വന്നാൽ ഇതിന്റെ ആൻസർ എന്തായിരുന്നു? ഇന്റഗ്രൽ താഴത്തെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ്, അപ്പൊ റൂട്ട് എഫ് ഓഫ് എക്സ് താഴെ, മുകളിൽ അതിന്റെ ഡെറിവേറ്റീവ് എഫ് ഡാഷ് എക്സ്. ഈ ഇന്റഗ്രൽ ഒറ്റയടിക്ക് എഴുതാമെന്ന് നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. 2 റൂട്ട് എഫ് ഓഫ് എക്സ് ആണ് കേട്ടോ. 2 റൂട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് സി ആണ് അതിന്റെ ആൻസർ. 2 റൂട്ട് എഫ് ഓഫ് എക്സ്. ഇനി ഞാൻ ഒരു കാര്യം എഴുതാം. താഴെ റൂട്ടില്ലായിരുന്നെങ്കിൽ ഇതും തന്നിട്ടുണ്ട്. ഇന്റഗ്രൽ എഫ് ഡാഷ് എക്സ് ബൈ എഫ് ഓഫ് എക്സ് ഡി എക്സ്. താഴെ റൂട്ടില്ല കേട്ടോ. ആകെ വ്യത്യാസം തമ്മിൽ അതാണ്. താഴെ റൂട്ട് ഇല്ലാണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ആൻസർ എന്താണ്? അതും ഒന്നിലധികം പ്രാവശ്യം എഴുതിയിട്ടുണ്ട് നമ്മൾ. ഒന്നിലധികം പ്രാവശ്യം നിങ്ങളുടെ ബുക്കിൽ ആ സംഭവം കാണും. താഴെ റൂട്ട് വന്നപ്പോൾ ആൻസർ 2 റൂട്ട് എഫ് ഓഫ് എക്സ് ആണ്. താഴെ റൂട്ട് ഇല്ലായിരുന്നെങ്കിൽ അതിന്റെ ആൻസർ എന്തായിരുന്നു എന്ന് പറയാമോ? എന്താ ജെസിയ? ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് ആണ്. താഴത്തേന്റെ ഡെറിവേറ്റീവ് മുകളിൽ വന്നാൽ ലോഗ് മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് സി ആണ് ആൻസർ. ഇനി താഴെ റൂട്ടോടെ വന്നാൽ 2 റൂട്ട് എഫ് ഓഫ് എക്സ് ആണ് ആൻസർ. അങ്ങനെയെങ്കിൽ ഇവിടെ ആദ്യത്തെ ഇന്റഗ്രലിന്റെ ആൻസർ എന്തായിരിക്കും? ഇവിടുത്തെ ആദ്യത്തെ ഇന്റഗ്രലിന്റെ ആൻസർ എന്ത് വരും നിഹാലെ? ഈ ആദ്യത്തെ ഇന്റഗ്രലിന്റെ ആൻസർ എന്തായിരിക്കും അങ്ങനെയാണെങ്കിൽ? നിഹാലെ പെട്ടെന്നാവട്ടെ. ഫാരിസ് എന്താ ഇവിടെ ആൻസർ? ഇന്റഗ്രൽ 2x ബൈ എക്സ് സ്ക്വയർ മൈനസ് 1. 2 into root of ശരിയാ പറഞ്ഞോ? square minus 1. x square minus 1. 2 into root of x square minus 1. ശരിയാണ് കേട്ടോ. 2 into root f of x. 2 into denominator ആണ്. 2 into denominator ആണ് ആൻസർ. ഇതുണ്ടോ ഞാൻ ഇട്ടിക്കിടുന്നത്? ഫോർമുല ഇട്ടിക്കിട്ടുണ്ട്. ഇതിന്റെ ആൻസർ 2 into denominator ആണ്. അപ്പൊ ഇവിടെ 2 into root of x square minus 1 വരും. മൈനസ്. അടുത്തത് സ്റ്റാൻഡേർഡ് ഫോർമുലയാണ് കേട്ടോ.
1 ന് 1 സ്ക്വയർ നിർത്തേക്കാം. ഡയറക്റ്റ് ഫോർമുല ഇന്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇന്റഗ്രൽ ഡി എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഡയറക്റ്റ് ഫോർമുലയുടെ രൂപത്തിലാണ് കിടക്കുന്നത്. അതിന്റെ ആൻസർ എന്തായിരിക്കും? അമ്മാനെ? അമ്മാൻ അറിയില്ലെങ്കിൽ മറിച്ച് നോക്കിയിട്ട് പറഞ്ഞോളണം. നാളെ കൃത്യമായിട്ട് പറഞ്ഞു കേട്ടോ. ഇത് എഴുതി പഠിക്കണം. വീട്ടിലിരുന്ന് എഴുതി പഠിച്ച് നാളെ വരാമുള്ളൂ. ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇവിടെ എത്രയാടാ? അതിന്റെ 1 സ്ക്വയർ പ്ലസ് സി. ഈ 1/2 2 ഇവിടുത്തെ 2 വെട്ടിപ്പോവും. റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 മൈനസ് ലോഗ് മോഡ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 1 പ്ലസ് സി എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ഇപ്പൊ നമ്മൾ ചെയ്ത പോലെയൊക്കെ തന്നെയാണ് കേട്ടോ. എന്നാലും തൽക്കാലം അത് ചെയ്തോ. കഴിഞ്ഞ ഒരു 8 ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 8. ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. ചെറിയ കാര്യങ്ങള് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും ഉണ്ട്. അതെല്ലാം കണക്ട് ചെയ്താണ് പോണത്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ എക്സ് സ്ക്വയർ ബൈ എക്സ് റേസ് ടു 6 പ്ലസ് എ റേസ് ടു 6 റൂട്ട് ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 8 ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ബൈ എക്സ് റേസ് ടു 6 പ്ലസ് എ റേസ് ടു 6ന്റെ റൂട്ട്. Integral x square by root of x raised to 6 a raised to 6 dx. ആദ്യം എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ കണ്ടുകഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം കേട്ടോ. ക്വസ്റ്റ്യൻ കണ്ടുകഴിയുമ്പോൾ ഇന്നതാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളൊരു ഐഡിയ നമുക്ക് ഉണ്ടാവണം. എന്നാലാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. എന്താ അൻവറെ നിനക്ക് തോന്നണ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ട് എന്ത് ചെയ്യാം? ആദ്യം എന്ത് ചെയ്യും? ടി ആയിട്ട് എടുക്കും. നീ ഏതിന് ടീന്ന് കൊടുക്കും? എക്സ് സ്ക്വയറിനാ? അല്ല, എക്സ് സ്ക്വയറിന് ടീന്ന് കൊടുക്കുക അല്ല. എക്സ് റേസ് ടു എക്സ് റേസ് ടു 6ന് ടി എന്ന് കൊടുത്താൽ, എക്സ് റേസ് ടു 6ന് ടി എന്ന് കൊടുത്താൽ പിന്നെ നിനക്ക് ഫോർമുലക്കകത്ത് റൂട്ട് താഴെ റൂട്ട് ടി എന്നല്ലേ വരുള്ളൂ. ഈ റൂട്ട് ടി എന്ന് വന്നാലുള്ള ഫോർമുല നിനക്ക് അറിയാൻ പാടില്ലല്ലോ. റൂട്ടിനകത്ത് എന്ത് വന്നം? നീ ഇപ്പൊ എഴുതിയിരിക്കുന്ന ഫോർമുലകൾക്കകത്തല്ല, ആ 6 ഫോർമുല എടുത്തു വെച്ചോന്നേ. ആ 6 ഫോർമുല എടുത്തു വെച്ചോളൂ. ആ ഫോർമുലക്കകത്ത് റൂട്ടിനകത്ത് ടി എന്നാണോ വന്നിരിക്കുന്നത്, അത് അല്ലെങ്കിൽ എക്സ് എന്നാണോ വന്നിരിക്കുന്നത്? വേരിയബിൾ മാറിക്കൊണ്ടിരിക്കണ്ടോ. ചിലപ്പോൾ ടി ആയിരിക്കും, ചിലപ്പോൾ എക്സ് ആയിരിക്കും. അത് നോക്കിയിട്ട് കാര്യമില്ല. എടാ ഫോർമുലക്കകത്ത് ടി എന്നാണോ വന്നേക്കണത്? ആ പിന്നെ എന്നാ വന്നേക്കണേ ഫോർമുലക്കകത്ത്? നമ്മൾ പഠിച്ചിരിക്കുന്ന ഫോർമുലകൾക്കകത്ത് ടി എന്നാണോ വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ ക്വസ്റ്റിന്റെ കാര്യമല്ല. ആ ഫോർമുലയുടെ താഴെ എന്താ? എക്സ് സ്ക്വയർ ആകുമ്പോ ഇവിടെ ടി സ്ക്വയർ. എടാ സ്ക്വയർ വരണ്ടേ താഴെ? ആ സ്ക്വയർ വന്നം. അത് രീതിയിൽ നോക്കിയിട്ട് വേണം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനായിട്ട്. ആ രീതിയിൽ അറേഞ്ച് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. നമുക്ക് താഴെ ടി സ്ക്വയർ എന്ന് കിട്ടണേ, ടി സ്ക്വയർ എന്ന് കിട്ടണം. അപ്പോൾ എക്സ് റേസ് ടു 6ന് കൊടുത്താൽ പറ്റില്ല. ആ എക്സ് ക്യൂബ് ആണ്. അപ്പൊ ആദ്യം അങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. ആദ്യം എക്സ് ക്യൂബ് ആണെങ്കിൽ ആ രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സ് ബൈ റൂട്ട് ഓഫ്
പറഞ്ഞ അൻവറെ എക്സ് ക്യൂബ് സ്ക്വയർ എന്ന് എഴുതാൻ പാടില്ല ഇതിനെ. എക്സ് ക്യൂബിന്റെ സ്ക്വയർ എക്സ് റേസ് ടു 6. എക്സ് ക്യൂബിന്റെ സ്ക്വയർ എക്സ് റേസ് ടു 6. ഈ എ റേസ് ടു 6 എങ്ങനെ എഴുതൂടാ? 1 raised to 6. 1 raised to 6 ആണ്. 1/2 A raised to cube plus whole raised to 2 square. എ ക്യൂബ് ദ ഹോൾ സ്ക്വയർ. നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്നുള്ള ടേമിൽ വരേണ്ടത്. ആദ്യം ഇങ്ങനെ മാറ്റി എഴുതി. ഇനി വേണം സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാനായിട്ട്. ഇനി എന്ത് കൊടുക്കും സബ്സ്റ്റിറ്റ്യൂഷൻ? ക്യൂബിന് ടി ഈക്വൽ ടു എക്സ് ക്യൂബ്. അപ്പോഴല്ലേ ടി സ്ക്വയർ വരുള്ളൂ. എക്സ് ക്യൂബിന് ടി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ടി സ്ക്വയർ അവിടെ കിട്ടും കേട്ടോ. അത് വരത്തക്ക രീതിയിൽ നമ്മൾ മാറ്റി. ശരി, ബാക്കി ചെയ്തു വെക്കോ. ഇതിന്റെ ഡെറിവേറ്റീവ് ആണ്. എന്താണ്? ഡി ടി ബൈ ഡി എക്സ്. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് എന്ന് വരും. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് ആസിഫെ, ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ്. കാണുന്നുള്ളൂ. സ്കൂളിലെത്തില്ലടാ? ഇല്ല. ശരി. ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് എന്ത് വരും? ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് അമീന? 3x square. 3x square. ഇത് തന്നെയല്ലായിരുന്നു ആദ്യം ചോദിച്ചത്? ഡെറിവേറ്റീവ് ഓഫ് എക്സ് ക്യൂബ് 3x square. 3x square. നമുക്കിവിടെ ഉള്ളത് ക്വസ്റ്റ്യനകത്ത് എക്സ് സ്ക്വയർ ഡി എക്സ് ആണ് കേട്ടോ. അപ്പോൾ ഡി ടി ഈ 3നെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. ഡി ടി ബൈ 3 ഈക്വൽ ടു എക്സ് സ്ക്വയർ ഡി എക്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ എക്സ് സ്ക്വയർ ഡി എക്സിന് പകരം ഡി ടി ബൈ 3, എക്സ് സ്ക്വയർ ഡി എക്സിന് പകരം ഡി ടി ബൈ 3 പുറത്തു കൊടുത്തു. റൂട്ട് ഓഫ് എക്സ് ക്യൂബിന് പകരം ടി സ്ക്വയർ പ്ലസ് എ ക്യൂബിന്റെ സ്ക്വയർ. ഏതാണ് ഫോർമുല എന്ന് നോക്കിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സുഫിനെ കാണാൻ പാടില്ലല്ലോ. സുഫിൻ സാർ ഓഫീസിലേക്ക് വിളിച്ചായിരുന്നു, എനിക്ക് സുഖമില്ല. ശരി, ആൻസർ പറഞ്ഞ അൽഫാദെ. വൺ ബൈ 3 ലോഗ് mod of t plus root of t square plus a cube whole square plus c. എന്താ പേടിച്ചു പിടിച്ചു പറഞ്ഞേ? കാര്യങ്ങൾ ഉഷാറായിട്ട് വരട്ടെ കേട്ടോ. സ്പീഡ് ആവണം കാര്യങ്ങള്. ബാക്കി സബ്സ്റ്റിറ്റ്യൂഷൻ പറഞ്ഞേ. 1/3 ലോഗ് മോഡ് ടിക്ക് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അതെ പറ. ടിക്ക് തിരിച്ച് എക്സ് ക്യൂബ് കൊടുത്തേ. എക്സ് ക്യൂബ് പ്ലസ് റൂട്ട് ഓഫ് എക്സ് ക്യൂബ് പ്ലസ് എക്സ് ക്യൂബ് എന്ന് പറഞ്ഞാ എക്സ് ക്യൂബ് എക്സ് സ്ക്വയറോ അല്ല എക്സ് ക്യൂബ് ഹോൾ സ്ക്വയർ. എക്സ് ക്യൂബ് ഹോൾ സ്ക്വയർ അങ്ങനെ പറയണമെന്ന് എന്നാലും എനിക്ക് മനസ്സിലാവുള്ളൂ. പ്ലസ് എ ക്യൂബ് ദ ഹോൾ സ്ക്വയർ പ്ലസ് സി. ശരി,
That is equal to 1/3 log mod x cube plus root of x raised to 6 plus a raised to 6 plus c. Question number 9 ചെയ്തോട്ടോ. ട്രിഗണോമെട്രി ആയെന്നുള്ളൂ, അത് വളരെ എളുപ്പമാണ്. ട്രിഗണോമെട്രി ആയെന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോർമുലയുടെ രൂപത്തിലാണ് കിടക്കുന്നത്. പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഇന്റഗ്രൽ sec square x dx by root of tan square x plus 4. Sec square x dx by root of tan square x plus 4. ഡയറക്റ്റ് ഫോർമുലയുടെ രൂപത്തിലാണ് കിടക്കുന്നത് കേട്ടോ. എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടോ പിള്ളേരെ? ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ ഇത് ഏത് ടൈപ്പാണ്. നമ്മൾ ഇന്റഗ്രേഷൻ പല ടൈപ്പും പഠിക്കും. ഇനി കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടോ. പുതിയതായിട്ട് കുറെ കാര്യങ്ങളോടും പഠിക്കാനുണ്ട്. ഇന്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ, ഇന്റഗ്രേഷന്റെ പ്രോഡക്റ്റ് റൂള്, ഡെഫിനിറ്റ് ഇന്റഗ്രൽ, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണം ഇത് ഏത് ടൈപ്പാന്നുള്ളത്. ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ ഏത് ടൈപ്പാണെന്ന് മനസ്സിലായാലാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ മനസ്സിലാവണമെങ്കിൽ നല്ല പ്രാക്ടീസ് വേണം കേട്ടോ. നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിലേ ക്വസ്റ്റ്യൻ കണ്ടു കഴിയുമ്പോൾ ഏത് ടൈപ്പാണെന്ന് മനസ്സിലാവുള്ളൂ. ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു ചന്ദ്ര? tan x square x plus 2 square. കേട്ടില്ല. tan square x plus 2 square. ശരി ശരി. tan square x ഉണ്ട്, 2 square ഉണ്ട്. പിന്നെ എന്ത് ചെയ്യും? t equal. t equal to, അതെനിക്ക് അതാ വേണ്ടത്. t equal to എന്തിന് t എന്ന് കൊടുക്കും? tan x. tan x ന് t എന്ന് കൊടുക്കും കേട്ടോ. puts t equal to tan x. tan x ന് t എന്ന് കൊടുക്കുന്നു. t equal to tan x. ഡെറിവേറ്റീവ് ഓഫ് tan x എന്താണ്? tan x ന്റെ ഡെറിവേറ്റീവ് ചന്ദന? sec square x. tan x ന്റെ ഡെറിവേറ്റീവ് sec square x. അപ്പോൾ dt equal to sec square x dx. sec square x dx dt ആവും. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തേ. എൽവിൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ എന്ത് വരൂടാ? dt by t square plus റൂട്ടില്ലേ? root t square plus 2 square. t square plus 2 square. ശരി. ആൻസറും പറഞ്ഞോ. log mod t square t plus root t square plus 2 square plus c. തിരിച്ചു കൊടുക്ക. ടിക്ക് പോലെ തിരിച്ചു കൊടുത്തേ. ലോഗ് മോഡ് tan x plus root tan square x plus 4 plus c.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയ പിള്ളേരെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെ സ്ക്വയർ ഒന്നുമായിട്ടല്ല കിടക്കുന്നത് കേട്ടോ. സ്ക്വയർ ഒന്നുമായിട്ടല്ല കിടക്കണേ. പക്ഷെ നമ്മൾ അതിനെ സ്ക്വയർ ആക്കി അറേഞ്ച് ചെയ്യണം. സ്ക്വയർ ആക്കി അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. ഇനിയുള്ള ക്വസ്റ്റ്യൻസ് കുറച്ച് അങ്ങനെയാണ് കിടക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 10, 11, 12 ഒക്കെ നോക്കി ചുമ്മാ പോളിനോമിയലാണ് താഴെ കിടക്കുന്നത്. താഴെ ഒരു പോളിനോമിയലാണ്. നമ്മൾ അതിനെ അറേഞ്ച് ചെയ്യണം. അറേഞ്ച് ചെയ്തിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. എളുപ്പമാണ്, പറഞ്ഞു തരാം. നോക്കിക്കോളൂ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോളുക. 10ാമത്തെ ഞാൻ പറഞ്ഞുതരാം, ബാക്കി നിങ്ങൾ ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ നമ്പർ 10, 1 by integral 1 by root of x square plus 2x plus 2 dx. Integral 1 by root of x square plus 2x plus 2 the whole square dx. ഈ ഡിനോമിനേറ്ററിനെ അറേഞ്ച് ചെയ്തിരുന്നു കേട്ടോ. സ്ക്വയർ ആക്കി മാറ്റണം. നമുക്കറിയാവുന്ന ഫോർമുല എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് എ സ്ക്വയർ, എ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ, അങ്ങനെയൊക്കെ അറിയാവുന്നത്. ഇവിടെ ഒരു പോളിനോമിയലാണ്. ആ പോളിനോമിയലിനെ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് എഴുതണം. ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 1 dx അല്ലെങ്കിൽ dx ബൈ ഡിനോമിനേറ്ററിനെ എങ്ങനെ അറേഞ്ച് ചെയ്യാം, അതാണ് നമുക്ക് വേണ്ടത്. എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2 എങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതാം? ആൽഡ്രനെ എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2 x plus 2 the whole square. x plus 2 the whole square ആയി കഴിഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ അങ്ങനെ വരില്ലല്ലോടാ. അവിടെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് എക്സ് പ്ലസ് 2 the whole square അല്ല, അങ്ങനെയാണ് വേണ്ടത്. അതേ രീതിയിലാണ് വേണ്ടത് കേട്ടോ. അതേ രീതിയിലാണ് വേണ്ടത്. പക്ഷെ എക്സ് പ്ലസ് 2 the whole square അല്ല. ഇപ്പൊ അതിനകത്ത് 2 തെറ്റിപ്പോയി, ബാക്കി ശരിയാ. എക്സ് പ്ലസ് ഡാഷ് the whole square. പറയാമോ ആൾറനെ? എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ ടൈം കിട്ടണമെന്നേ. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ടൈം കിട്ടണം. എക്സ് പ്ലസ് 1 the whole square ആണ് കേട്ടോ. എക്സ് പ്ലസ് 1 the whole square. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞു, ഞാൻ സൈഡിൽ എഴുതാം. എക്സ് പ്ലസ് 1 the whole square. നീ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പറഞ്ഞേ. എക്സ് പ്ലസ് 1 the whole square. X square 2x into plus 2x ഇടാ. plus 2x plus 2x plus b square 1 square plus 1 അല്ലേ? 1 square 1 അല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 നമ്മൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ആദ്യത്തെ 2 ടൈം ബാലൻസ് ആവണം. കോൺസ്റ്റന്റിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ബാലൻസ് ആക്കാം. കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്ത് കോൺസ്റ്റന്റ്സിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ എക്സ് സ്ക്വയറിന്റെ ടൈമും 2x അല്ലെങ്കിൽ എക്സിന്റെ ടൈമും കറക്റ്റ് ആയിരിക്കണം. മനസ്സിലാവുന്നുണ്ടോ? ശ്രദ്ധിച്ച് കേൾക്കാട്ടോ, കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. ശ്രദ്ധിച്ച് കേട്ടിരിക്കുക, കഴിഞ്ഞിട്ട് എഴുതിയാൽ മതി. എഴുതാൻ ധൃതി ഒന്നും പിടിക്കണ്ട. എക്സ് സ്ക്വയറിന്റെ ടൈമും എക്സിന്റെ ടൈമും നമ്മൾ കൃത്യമായിട്ട് ബാലൻസ് ആക്കണം. എക്സ് സ്ക്വയറും എക്സും ബാലൻസ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺസ്റ്റന്റിനെ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നിങ്ങൾക്ക് ആദ്യത്തെ ടൈം എക്സ് എഴുതി, ആ രണ്ടാമത്തെ ടൈം കിട്ടിയില്ലെങ്കിൽ തൽക്കാലം ഇങ്ങനെ ചെയ്യുക. രണ്ടാമത്തെ ടൈം കിട്ടിയില്ലെങ്കിൽ നമ്മുടെ എക്സ്പാൻഷൻ അത് രണ്ടാമത്തെ ടൈം എന്ന് പറഞ്ഞാൽ 2ab ടൈം അല്ലേ? a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ, a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണെങ്കിലും a മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ആണെങ്കിലും a സ്ക്വയർ പ്ലസ് 2ab അല്ലെങ്കിൽ a സ്ക്വയർ മൈനസ്, ആ സൈൻ എടുക്കണ്ട, 2ab ടൈം അല്ലേ രണ്ടാമത്തെ ടൈം. അപ്പോൾ ഈ 2ab ടൈം, ഇവിടുത്തെ 2ab ടൈം എന്താണ്? ഈ രണ്ടാമത്തെ ടൈം 2x ആണ്. 2ab ടൈം ഈക്വൽ ടു 2x എന്ന് എടുക്കുക. എ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ എക്സ് ആലോ, എ എക്സ് ആണ്. അപ്പോൾ അത് ഇവിടെ കൊടുക്കാം. 2x into b ഈക്വൽ ടു 2x. അപ്പോൾ b ഈക്വൽ ടു എന്ത് വരും? 2x by 2x ഈക്വൽ ടു 1 എന്ന് കിട്ടും. എന്നിട്ട് കൊടുത്താൽ മതി. സംശയം ഉണ്ടെങ്കിൽ അങ്ങനെ കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. 1-2 ക്വസ്റ്റ്യൻ ആകുമ്പോൾ ക്ലിയർ ആയിക്കോളും. 1-2 ക്വസ്റ്റ്യൻ ആയി കഴിയുമ്പോൾ ക്ലിയർ ആയിക്കോളും. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളുക. എക്സ് പ്ലസ് 1 the whole square ചെയ്തപ്പോൾ ഇവിടെ നോക്കി, എക്സ് പ്ലസ് 1 the whole square ചെയ്തപ്പോൾ എക്സ് സ്ക്വയർ വന്നിട്ടുണ്ട്,
2x വന്നിട്ടുണ്ട്, പിന്നെ ഒരു 1 അധികം വന്നു. നമുക്കിവിടെ x സ്ക്വയറും 2x ഉണ്ട്, ഒരു 1 അധികം വന്നില്ലേ? ആ 1നെ ഇവിടെ തന്നെ അങ്ങ് കുറച്ച് കളഞ്ഞേക്കുക കേട്ടോ, -1. ഇവിടെ അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ചില ക്വസ്റ്റ്യൻസ് നിങ്ങൾ തെറ്റിച്ച് കളയും അങ്ങനെ ചെയ്തില്ലെങ്കിൽ. അതുകൊണ്ട് ഞാനൊരു കോമൺ പ്രൊസീജിയർ പറയുകയാണ്. x+1 ദ ഹോൾ സ്ക്വയറിനകത്ത് ആദ്യത്തെ ടൈം x സ്ക്വയർ നമുക്ക് വേണം, രണ്ടാമത്തെ ടൈം 2x അതും നമുക്ക് വേണം, പിന്നെ ഒരു 1 അധികം വരുന്നുണ്ട്, അത് നമുക്ക് വേണ്ട, അതിനെ അങ്ങ് കുറച്ച് കളഞ്ഞേക്കുക. ബാക്കി എന്തുണ്ട് ഇവിടെ? ഇനി ബാക്കി ഇവിടെ എന്തുണ്ട്? ഒരു +2 ആ +2 എഴുതിയേക്കുക, +2. ഓക്കെ ആണോ നോക്കിയ സ്റ്റെപ്പ്? എഴുതാനായിട്ട് നിങ്ങൾ ധൃതി പിടിക്കേണ്ട, ഞാൻ സമയം തന്നോളാം. കാര്യം ആദ്യം മനസ്സിലാക്കുക. x സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2നെ x+1 ആദ്യത്തെ 2 ടൈം ഓക്കെ ആവണം. അതായത് x സ്ക്വയറിന്റെ ടൈമും എക്സിന്റെ ടൈമും ഓക്കെ ആകത്തക്ക രീതിയിൽ വേണം എടുക്കാനായിട്ട്. x+1 ദ ഹോൾ സ്ക്വയർ, x+1 ദ ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ x സ്ക്വയർ വരും, 2x വരും, ഒരു 1 അധികം വരും. ആ അധികം വരുന്ന 1നെയാണ് ഇവിടെ കുറച്ചേക്കണത്. അധികം വരുന്ന 1നെ അപ്പോൾ തന്നെ കുറച്ച് കളഞ്ഞു. +2 ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ എഴുതി. ദിസ് ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് dx ബൈ റൂട്ട് ഓഫ് x+1 the whole square -1ഉം +2ഉം -1ഉം +2ഉം +1 എന്ന് വരും, അല്ലെങ്കിൽ 1 സ്ക്വയർ എന്ന് എഴുതി. അപ്പൊ നമുക്ക് അറിയാവുന്ന രീതിയിലേക്കായി, അറിയാവുന്ന രീതി വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യും? ജെസിയ? x+1ന് t കൊടുക്കും. ശരി, t equal to x+1. x+1ന് t കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് ഫോർമുല അനുസരിച്ച് വരും? ഇന്റഗ്രൽ 1/√of x² + a². x² + a². ഈ x+1ന് t കൊടുക്കാതെയും ചെയ്യാം കേട്ടോ, പക്ഷെ നിങ്ങളത് പ്രശ്നമാക്കൂ. t കൊടുത്തോ തൽക്കാലം, പിന്നെ ഞാൻ പറയാം. x+1ന് t കൊടുത്തു കഴിഞ്ഞാൽ t equal to x+1. അപ്പോൾ dt by dx പറഞ്ഞ ജെസിയ, dt by dx 1. അപ്പോൾ dt equal to dx. അപ്പോൾ ഇന്റഗ്രൽ dx-ന് പകരം dt by root of t² + 1² എന്ത് വരും ജെസിയ? log mod t plus root of t² plus 1 plus c. log mod t plus root of t² plus 1 plus c. ഓക്കെ, തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ log mod x+1 plus root of x+1 the whole square plus 1 plus c. plus c equal to log mod x+1. ഇതെന്നാ സംഭവം? x+1 the whole square plus 1. നമ്മൾ ആ ക്വസ്റ്റ്യനെ അറേഞ്ച് ചെയ്ത് എഴുതിയേക്കണല്ലേ അത്? നമുക്ക് ഈ തന്നിരിക്കുന്നത്, ഇങ്ങോട്ട് നോക്കിയാൽ ശ്രദ്ധിച്ചേ, ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ ഇങ്ങനെ നമ്മൾ മാറ്റി എഴുതിയേക്കണതാണ് x+1 the whole square plus 1. അപ്പൊ തിരിച്ചതിന് പകരം ക്വസ്റ്റ്യൻ കൊടുക്കാം, x² + 2x + 2. ക്വസ്റ്റ്യനിലേക്ക് വരും x² + 2x + 2 പ്ലസ് c എന്ന് വരും. കംപ്ലീറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളുക.
കഴിഞ്ഞ പിള്ളേരെ? കഴിഞ്ഞെങ്കിൽ അടുത്ത ചെയ്യുന്നതിന് ഒരു കാര്യം പറയട്ടെ. ഈ ക്വസ്റ്റ്യനൊക്കെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാതെ ചെയ്യാൻ പറ്റും കേട്ടോ. നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണമെന്ന് ഞാൻ നിർബന്ധം പറയില്ല. തെറ്റിക്കരുത്. ആകപ്പാടുള്ള കണ്ടീഷൻ അതാണ്, തെറ്റിക്കരുത്. തെറ്റാതെ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആ രീതിയിൽ ചെയ്തുകൊള്ളുക. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണമെങ്കിൽ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ കൊടുത്തുകൊള്ളുക. ഇല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാതെ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. ഇവിടെ ശ്രദ്ധിച്ചേ. ഞാൻ ഈ സ്റ്റെപ്പിലേക്ക് ഒന്ന് തിരിച്ചു വരുന്നു കേട്ടോ. ഒരു സെക്കൻഡ്. താഴെ എഴുതാം. ശരിയായില്ല. ഇന്റഗ്രൽ dx by സെക്കൻഡ് എടുത്തോട്ടെ. ശരിയല്ല. ഇന്റഗ്രൽ dx by root of x plus 1 the whole square. Integral dx by root of x plus 1 the whole square plus 1 square. ഇതിനെ ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ ഒക്കെ കൊടുത്ത് എഴുതി കേട്ടോ. ഇതിന് സബ്സ്റ്റിറ്റ്യൂഷൻ എക്സ് പ്ലസ് 1 ടി എന്ന് കൊടുത്താണ് നമ്മൾ തൽക്കാലം ചെയ്തത്. എക്സ് പ്ലസ് 1 ടി എന്ന് കൊടുക്കാതെ നമുക്ക് ചെയ്യാം കേട്ടോ. നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോർമുല അനുസരിച്ചല്ലേ കിടക്കണം. നോക്കി, എക്സിന്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് 1 വന്നിരിക്കുന്നു എന്നുള്ള വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്. ഞാൻ എഴുതി തന്നിരിക്കുന്ന ഫോർമുല ഇവിടെ എഴുതാം. എഴുതി തന്നിരിക്കുന്ന ഫോർമുല ഇന്റഗ്രൽ dx by root of x square plus a square എന്നാണ്. ഇന്റഗ്രൽ dx by root of x square plus a square equal to log mod x plus root of x square plus a square plus c. ഇന്റഗ്രൽ dx by root of x square plus a square ആ സെയിം ഫോർമുല തന്നെയല്ലേ മുകളിൽ കിടക്കണം. നോക്കി പിള്ളേരെ, ഇവിടെ എക്സിന് പകരം എക്സ് പ്ലസ് 1 ആണെന്നുള്ള വ്യത്യാസം മാത്രമല്ലേ ഉള്ളൂ. ഇവിടുത്തെ എക്സിന് പകരം എക്സ് പ്ലസ് 1 ആണ്. എക്സിന് പകരം എക്സ് പ്ലസ് 1 വന്നിരിക്കുന്നതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ എക്സിന് പകരം എക്സ് പ്ലസ് 1 കൊടുത്ത ആൻസർ എഴുതിയാൽ മതി. എക്സിന് പകരം എക്സ് പ്ലസ് 1 കൊടുത്ത ആൻസർ എഴുതുമ്പോൾ ആൻസർ എന്തോരെന്ന് പറയാൻ മതി, ലോഗ് മോഡ് എക്സിന് പകരം എക്സ് പ്ലസ് 1 ലോഗ് മോഡ് എക്സ് പ്ലസ് 1 പ്ലസ് റൂട്ട് ഓഫ് എക്സ് പ്ലസ് 1 സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ പ്ലസ് സി. ഒറ്റയടിക്ക് എഴുതാം. പറഞ്ഞ മനസ്സിലായോ? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാതെ എക്സിന് പകരം എക്സ് പ്ലസ് 1 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ ടി എന്ന് കൊടുക്കാതെ നിങ്ങൾക്ക് എക്സിന് പകരം എക്സ് പ്ലസ് 1 എന്ന് കൊടുത്ത ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ എഴുതാം. ഇനി ഇങ്ങനെ ചെയ്യുമ്പോൾ എക്സിന് പകരം എക്സ് പ്ലസ് 1 കൊടുത്തു കഴിഞ്ഞാൽ ആ എക്സ് പ്ലസ് 1ന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്മള് ഇന്റഗ്രേഷനകത്ത് പഠിച്ചേക്കണേ അങ്ങനെയല്ലേ. ഡിഫറൻസിയേഷനകത്ത് പഠിച്ചേക്കണേ എന്താ, എക്സിന് പകരം വേറെ എന്ത് വന്നാലും അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡെറിവേറ്റീവ് ഓഫ് സൈൻ 5x എന്താ, സൈൻ 5xന്റെ ഡെറിവേറ്റീവ് വരും ആദിൽ നസിഹെ. ഡെറിവേറ്റീവ് ഓഫ് സൈൻ 5x കോസ് 5x into 5 into 5. ഈ 5xന്റെ ഡെറിവേറ്റീവ് ആയ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ. എക്സിന് പകരം വേറെ എന്തെങ്കിലും വന്നാൽ അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ സെയിം പരിപാടി ഇന്റഗ്രേഷനകത്താണെങ്കിൽ ഇന്റഗ്രേഷൻ ഓഫ് സൈൻ 5x
ഇന്റഗ്രൽ ഓഫ് സൈൻ 5x എന്ത് വരും ജസിയ? മൈനസ് കോസ് 5x ബൈ 5. മൈനസ് കോസ് 5x ബൈ 5. അതായത് ഈ 5xന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എക്സിന് പകരം വേറെ എന്ത് വന്നാലും, നമ്മുടെ റൂൾ ഇതാണ് കേട്ടോ, എക്സിന് പകരം വേറെ എന്ത് വന്നാലും ഡിഫറൻസിയേഷൻ ആണെങ്കിൽ അതിന്റെ എക്സിന് പകരം വേറെ എന്ത് വന്നാലും അതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇന്റഗ്രേഷൻ ആണെങ്കിൽ എക്സിന് പകരം വരുന്നതിന്റെ ഡെറിവേറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്താൽ മതി. ഇവിടെ എക്സിന് പകരം x+1 അല്ലേ? ഈ ഫോർമുലക്കകത്ത് എക്സിന് പകരം x+1 ആണ്. എക്സിന് പകരം x+1. ആ x+1ന്റെ ഡെറിവേറ്റീവ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. 1/1 മാറ്റമൊന്നും വരില്ല കേട്ടോ. 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അവിടെ മാറ്റമൊന്നും വരില്ല. അങ്ങനെ ഒറ്റയടിക്ക് നമുക്ക് ആൻസർ എഴുതാം. പറഞ്ഞ മനസ്സിലായോ നിങ്ങൾക്ക്? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് എഴുതുന്നതിന് പകരം ഒറ്റ സ്റ്റെപ്പിലും ആൻസർ എഴുതി നമുക്ക് തീർക്കാൻ സാധിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 11. ക്വസ്റ്റ്യൻ നമ്പർ 11 പറഞ്ഞ ഒത്തിരി കാര്യങ്ങൾ കേട്ടോ. ഒത്തിരി ചെറിയ കാര്യങ്ങളുണ്ട്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളുക. വീണ്ടും വരുമ്പോൾ ഞാൻ ഇതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 11 താഴെ റൂട്ട് ഇല്ലാത്ത ഫോർമുലയാണ് കേട്ടോ. ഇന്റഗ്രൽ 1/9x² പ്ലസ് 6x പ്ലസ് 5 dx. താഴെ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യണം. ഇന്റഗ്രൽ dx ബൈ എങ്ങനെ ചെയ്യാം? താഴെ ഒരു സ്ക്വയർ ആവണം കേട്ടോ. താഴെ ഒരു സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യണം. ആദ്യത്തെ ടൈം എന്ത് വരും? 9x² ആണ്. 9x² ആകുമ്പോൾ ആദ്യത്തെ ടൈം എന്ത് വരും അൽഫാദെ? 3x. 9x² കിട്ടണമെങ്കിൽ 3xന്റെ സ്ക്വയർ 9x² ആണ്. അപ്പൊ ഒരു കാര്യം ചെയ്തോ, ഞാൻ പറഞ്ഞ പോലെ ചെയ്തോ. നമ്മുടെ ഈ 2ab ടൈം ഇവിടെ എന്താണ്? എന്താ ഹാഫിസെ 2ab ടൈം? 6x അല്ലേ? അന്ന് കണ്ടുപിടിച്ചേക്കാം. ബി കണ്ടുപിടിച്ചേ. 2ab ടൈം 6x ആണെങ്കിൽ 2 × a എത്രയാ? നമ്മളിപ്പോ a എത്ര ഇവിടെ എടുത്തേക്കണേ? 3x. 2 × 3x × b = 6x. 2 × 3x 6xb. അപ്പൊ b എത്ര വരും? 6x/6x 1 വരും. 3x + 1 the whole square. 3x + ആദ്യത്തെ ടൈം സ്ക്വയർ വരുന്നത് നോക്കി എടുക്കണം കേട്ടോ. ആദ്യത്തെ ടൈം 9x² ആണ്. 9x²ന്റെ റൂട്ട് 9x²ന്റെ റൂട്ട് 3x. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്തേ. സൈഡിൽ എക്സ്പാൻഡ് ചെയ്തോളാം. നമുക്ക് ബാലൻസ് ചെയ്യണം. 3x + 1 the whole square. 3x + 1 the whole square എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്ത് വരും അബുവേ? 3x + 1 the whole square. പറയടാ. 3x + 1 the whole square എക്സ്പാൻഡ് ചെയ്തു. 3x 9x + 9x² ആദ്യത്തെ രണ്ട് ടൈം കറക്റ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. 9x² plus പെട്ടെന്ന് ഔട്ടറാ. 9x² plus 6x plus 1. ഒരു 1 ഇവിടെ അധികം വരും കേട്ടോ. നമ്മൾ ഈ ആദ്യത്തെ രണ്ട് ടൈമാണ് നോക്കണത്. 9x² 6x. ഈ ആദ്യത്തെ രണ്ട് ടൈം മാത്രം നമ്മൾ നോക്കും. ഒരു 1 അധികം വരും. അല്ലെങ്കിൽ ഈ b² ഇവിടെ b1 അല്ലേ പിള്ളേരെ? മൊത്തം എക്സ്പാൻഷൻ എഴുതണമെന്നില്ല. b1 ആയതുകൊണ്ട് പ്ലസ് b², അതായത് ഒരു 1 അധികം വരും. ആ 1 അവിടെ തന്നെ കുറച്ച് കളഞ്ഞേക്കുക. ആ 1 ഇവിടെ തന്നെ കുറച്ച് കളഞ്ഞു കേട്ടോ. ബാക്കി എന്തുണ്ട് ജെസ്സി അവിടെ? ബാക്കി ഒരു +5 ഉണ്ട്. നമുക്ക് ആദ്യത്തെ രണ്ട് ടൈം ശരിയായാൽ മതിയെന്നേ. ആദ്യത്തെ രണ്ട് ടൈം ശരിയാവുന്ന രീതിയിൽ എടുത്തു. അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ലാസ്റ്റ് ഒരു b², അതായത് 1ന്റെ സ്ക്വയർ 1 അധികം വരും. ആ 1 നമ്മൾ കുറച്ച് കളഞ്ഞു. +5 അതുപോലെ എടുത്തു. ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ ഓഫ് dx by
3x plus 1 the whole square minus 1 plus 5 4 വരും. 4 2 square എന്ന് കൊടുത്തു കേട്ടോ. 4 2 square. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും ഇല്ലാതെ ഇതിന്റെ ഇന്റഗ്രൽ എത്രയാണെന്ന് പറയണം കേട്ടോ. സബ്സ്റ്റിറ്റ്യൂഷൻ വെച്ച് ചെയ്യണം എന്നുള്ളവർക്ക് ചെയ്യാം. തെറ്റിപ്പോകും, എനിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വേണം എന്ന് നിർബന്ധമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. നമുക്ക് ഈ പ്രോബ്ലത്തിന്റെയൊക്കെ ലെങ്ത് കൂടിക്കൊണ്ടിരിക്കും. പ്രോബ്ലത്തിന്റെയൊക്കെ ലെങ്ത് കൂടിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പരമാവധി കുറച്ച് കാര്യങ്ങൾ എളുപ്പത്തിലാക്കി ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ തൽക്കാലം ഞാൻ ഒഴിവാക്കുന്നു. സബ്സ്റ്റിറ്റ്യൂഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാം? സബ്സ്റ്റിറ്റ്യൂഷൻ ഇല്ലാതെ പറ്റില്ല. ശരിയാവുന്നില്ലെങ്കിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചോളൂ കേട്ടോ, എനിക്ക് പരാതിയില്ല. ശരിയാവുന്നില്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചോളുക. ആൽഡ്രനെ ഇതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞേ. ഇത് ഏത് ഫോർമുല അനുസരിച്ചാ കിടക്കണേ? ഇത് നമ്മുടെ 6 ഫോർമുലയിൽ ഏത് ഫോർമുല പോലെയാണ് കിടക്കുന്നത്? dx by x square plus a square. ശരി, അതിന്റെ ആൻസർ എന്താ? 1/a tan inverse 1/a tan inverse x by a അല്ലേ? പ്ലസ് സി. ശരി, അതുപോലെ ഇത് പറഞ്ഞേ. അപ്പൊ ഇതിന്റെ ആൻസർ ഞാൻ എഴുതാൻ പോവാ. പറഞ്ഞോ. 1/a a എത്രയാണ് ഇവിടെ? 2 1/2. ശരി, 1/2 tan inverse x ന് പകരം 3x plus 1. x ന് പകരം 3x plus 1. 1/a, a ക്ക് പകരം 2 ആണ് കേട്ടോ. tan inverse x ന് പകരം 3x plus 1 by 2 plus c. തീർന്നില്ല. പ്ലസ് സി ഉണ്ട്. അതിന് മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്യണം. ഇവിടെ x ന് പകരം 3x plus 1 അല്ലേ? x ന് പകരം 3x plus 1 അല്ലേ ഇവിടെ കിടക്കുന്നത്? അതിന്റെ ഡെറിവേറ്റീവ് എത്രയാ? 3x plus 1 ഡെറിവേറ്റീവ് എത്രയാ? 3x plus 1 ഡെറിവേറ്റീവ് 3. ആ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ ഇവിടെ ഒരു ഇൻറ്റു 1/3 വരും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പൊ ആൻസർ ആയി. അപ്പൊ 1/6 tan inverse 3x plus 1/2 എന്ന് വരും ആൻസർ. ആ 3x plus 1 ഡെറിവേറ്റീവ് ആയ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചു കേട്ടോ. ഇതാണ് എളുപ്പം. സബ്സ്റ്റിറ്റ്യൂഷന്റെ കുറെ സ്റ്റെപ്പ് നമുക്ക് ലാഭിക്കാൻ പറ്റും. ശരിയാവുന്നില്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഉപയോഗിച്ചു കൊടുക്കുക. ഇത്രയും കാര്യം കറക്റ്റ് ആയിട്ട് പഠിച്ചു വേണം നാളെ വരാനായിട്ട് കേട്ടോ. ഇത്രയും കാര്യം കറക്റ്റ് ആയിട്ട് പഠിച്ചു വരിക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു. ഓക്കെ, സാർ, ആ 10ാമത്തെ ക്വസ്റ്റ്യനില് നമുക്ക് മറ്റേ f of x by root of f dash x by root f of x എന്ന് പറഞ്ഞ അത് ചെയ്യാൻ പാടില്ലേ? 10ാമത്തെ ക്വസ്റ്റ്യൻ 10ാമത്തെ ക്വസ്റ്റ്യനകത്ത് ഇതില് അതിലെ ഞാനിപ്പോ സ്ക്രീനിൽ എടുത്തേക്കുന്ന സാധനല്ലേ? നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ മാർക്കുണ്ടോ? ഇല്ല, അതിനകത്ത് തന്നെ. അതിനകത്ത് നമ്മള് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 2x plus 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ന്യൂമറേറ്ററിനകത്ത് 2x plus 2 കയറ്റണ്ടേ? 2x plus 2 ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ചെയ്യാമായിരുന്നു. അപ്പൊ ന്യൂമറേറ്റർ നമ്മൾ 2x plus 2 കയറ്റുമ്പോൾ താഴെ വലുതായിക്കൊണ്ടിരിക്കില്ലേ? താഴെ 2x plus 2 ഇൻറ്റു എന്നൊക്കെ വരില്ലേ? അപ്പം താഴെയുള്ള 2x plus 2 പുറത്തെടുക്കാൻ പറ്റില്ല. ഇല്ല, ഇന്റഗ്രേഷനകത്ത് x വേണമല്ലോ. കോൺസ്റ്റന്റ് മാത്രമുള്ളെങ്കിൽ പുറത്തേക്ക് മാറ്റായിരുന്നു. എക്സോടെ മുന്നോട്ട് നമുക്ക് മാറ്റാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ എക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അറേഞ്ച് ചെയ്യായിരുന്നു. മുകളില് എക്സ് ഉണ്ടെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യായിരുന്നു. ശരി, ഓക്കെ.